നമ്മുടെ 4th സെമസ്റ്ററിന്റെ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്ന് മാത്സ് ഒക്കെ ഇനിയിപ്പോൾ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്റ്റേജ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പാസ് മാർക്കിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് എക്സാമിൽ ചോദിച്ച ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ വരാം, അല്ലെങ്കിൽ ഇതേ മോഡൽ വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് x² - 9 ഇൻറ്റു dy/dx പ്ലസ് xy = 0. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു dy/dx ഉണ്ട് അല്ലേ, ദെൻ ഇവിടെ ഒരു xy ഉണ്ട്. സോ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. dy/dxനെയാണ് നമ്മൾ y' എന്ന് വിളിക്കുന്നത്. സോ y' പ്ലസ് p ഓഫ് xy = 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അത് ജനറൽ സൊല്യൂഷൻ കാണാൻ മെത്തേഡ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്തെഴുതി. x² - 9 dy/dx പ്ലസ് xy = 0. അപ്പോൾ നോക്കുമ്പോൾ x² - 9 ആണ് നമുക്ക് പ്രശ്നക്കാരനായിട്ടുള്ളത്. സോ അതിനെ നമുക്ക് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? x² - 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റിൽ നിന്ന് അതങ്ങ് പോകും അല്ലേ. സോ അവിടെ എന്ത് മാത്രമേ കാണൂ? dy/dx മാത്രമേ കാണൂ. എന്നാൽ രണ്ടാമത്തതിൻ്റെ താഴെ ഇവിടെ പ്ലസ് ആണ്, xyയുടെ താഴെ എന്ത് വരും? ഈ x² - 9 കിടക്കുന്നുണ്ടായിരിക്കും അല്ല, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ നമ്മൾ y' എന്നാണ് വിളിക്കുക. ഇത് നമുക്കെങ്ങനെ എഴുതാം? x/x² - 9 y ഇപ്പുറത്തേക്ക് എഴുതി. കാരണം നമുക്ക് xy p ഓഫ് xy എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y' പ്ലസ് p ഓഫ് xy = 0 ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്താൽ മതി. ഓക്കെ, y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മളവിടെ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ p ഓഫ് x എന്താണ്? ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയതിൽ p ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈയുടെ കൂടെ കിടക്കുന്ന സംഭവം അല്ലേ, ഇതാണ് എന്ത് p ഓഫ് x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്ക് എന്ത് എഴുതാം? x/x² - 9 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി q ഓഫ് x ആണെങ്കിലോ, സോറി, ഇവിടെ ഈക്വൽ ടു 0 അല്ല കേട്ടോ, ഇവിടെ ഈക്വൽ ടു q ഓഫ് x ആണ്. ഇവിടെ നമുക്ക് q ഓഫ് x എന്താ വന്നിട്ടുള്ളത്? 0 ആണ് വന്നിട്ടുള്ളത് അല്ലേ, ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ q ഓഫ് x ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c ആണ് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ അതിന് മുന്നേ നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം അല്ലേ. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ e⁻∫p dx ആണ്. സോ ആദ്യം നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ കണ്ടുപിടിക്കാം. സോ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു e⁻∫p ഓഫ് x. p എന്ന് പറഞ്ഞാൽ p ഓഫ് x ആണ്. p ഓഫ് x dx. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇൻറ്റഗ്രൽ p ഓഫ് x dx കാണാം. ഇൻറ്റഗ്രൽ p ഓഫ് x dx എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ p ഓഫ് x എന്തായിരുന്നു? x/x² - 9 അല്ലേ, dx. ഇത് എന്താ? ഈ 9 വേണമെങ്കിൽ നമുക്ക് 3² ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ പിന്നെ u കൊടുത്തിട്ടും ചെയ്യാം അല്ലെ. നമുക്ക് u കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ u ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? x² - 9 കൊടുക്കുക. സോ du ഈസ് ഈക്വൽ ടു എന്ത് വരും? 2x dx എന്ന് വരും അല്ലേ. എക്സ് കോർണർ ചെയ്താൽ എന്താ? 2x. 9ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ യു എല്ലാം കൊടുത്ത് ഡെറിവേറ്റീവ് കണ്ടു. du ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. 2x dx എന്ന് കിട്ടി. നമുക്കാണെങ്കിൽ ഇവിടെ ഉള്ളത് എന്താ? x dx ആണ് ഇവിടെ ഉള്ളത് അല്ലേ. സോ x dxനെ നമുക്ക് അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ du ഇൻറ്റു 2 ഇങ്ങോട്ട് വന്നാൽ എന്തായി? /2i. സോ x dx ഈസ് ഈക്വൽ ടു എന്തായി? du/2i. സോ ഈ ഇക്വേഷൻ അങ്ങനെ മാറി. ആ x dx എന്തായി? du/2 അല്ലേ. സോ ഇൻറ്റഗ്രൽ
du/2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ du ഇവിടെ അങ്ങനെ എഴുതാം. ദെൻ അല്ലെങ്കിൽ വേണ്ട, du/2 നമുക്ക് അങ്ങനെ എഴുതാം. ദെൻ x²/9 എന്നുള്ള എന്ത് വരും? ബൈ അല്ലേ കിടക്കുന്നത്, എന്താ 1/u ആണ് അല്ലേ. സോ 1/u du/2 ആയി. സോ ഈ 1/2നെ നമുക്ക് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ഇൻ്റഗ്രൽ 1/u du ആയിട്ട് മാറി അല്ലേ. 1/u ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? log u അല്ലേ. log u നമ്മൾ എന്ത് ചെയ്യണം? 1/2 log u എന്താവും? 1/2 log uനെ ചെയ്ത് കഴിഞ്ഞാൽ log u 1/2 എന്ത് ചെയ്യും? മുകളിലേക്ക് വരും അല്ലേ. 1/2 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടാണ് അല്ലേ. സോ log റൂട്ട് x² - 9. സോ ഇനി അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് e⁻² എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്യേണ്ടിയിരുന്നത്. e⁻² ഇൻ്റഗ്രൽ p(x) dx ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e⁻² ഇൻ്റഗ്രൽ p(x) dx. സോ e⁻² ഇൻ്റഗ്രൽ p(x) കാണുന്നിടത്ത് എന്താ കൊടുക്കേണ്ടത്? ലോഗ് നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ടല്ലോ, സോറി ഇൻ്റഗ്രൽ കണ്ടിട്ടുണ്ടല്ലോ. സോ e⁻² എന്ത് എഴുതിയാൽ മതി? ലോഗ് റൂട്ട് x² - 9 എന്ന് എഴുതിയാൽ മതി. e⁻² ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂട്ട് അങ്ങ് പോയിട്ട് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? റൂട്ട് x² - 9 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണാം. ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q(x) ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c ആണ്. സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കിട്ടിയത് റൂട്ട് x² - 9 ആണ്. സി ഈക്വൽ ടു q(x) 0 ആയിരുന്നല്ലോ, ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? x² - 9 dx പ്ലസ് c. സോ y ഇൻറ്റു റൂട്ട് x² - 9 ഈസ് ഈക്വൽ ടു 0 പ്ലസ് c എന്ന് വരും അല്ലേ. 0 പ്ലസ് c എന്ന് പറഞ്ഞാൽ എന്താ? c തന്നെയാണ്. നമുക്ക് y ആണ് വേണ്ടത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ആണല്ലോ. സോ y ഈസ് ഈക്വൽ ടു c. ഈ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ x² - 9 ആയിരിക്കും. സോ ഇതാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. സീൻ്റെ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ?